ഇപ്പോൾ നമുക്ക് പഠിച്ചിട്ടുണ്ട് നമ്മൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം. അപ്പ് സൈഡിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യാം? ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ഹയർ ഹൈ ഹയർ ലോ. അപ്പോൾ ഹൈ ലോ ഫോർമേഷനിൽ മാർക്കറ്റ് പോകും. ഡൗൺ സൈഡിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ്, ലോവർ ലോ ഫോം ചെയ്യുന്നു, ലോവർ ഹൈസ് ഫോം ചെയ്യുന്നു, ലോ ഹൈ ഈ ഒരു ഫോർമേഷനിലാണ് മാർക്കറ്റ് പോവുക. അപ്പോൾ ഇത് രണ്ടും അല്ലാത്ത രീതിയിൽ മാർക്കറ്റിൽ ട്രേഡ് നടക്കാം, അല്ലെങ്കിൽ പ്രൈസ് റിയാക്ട് ചെയ്യാം. അതെങ്ങനെയാ? യെസ്, സൈഡ് വൈസ് ആയിട്ട് മാർക്കറ്റിന് മൂവ് ചെയ്യാം. ഇൻ ബിറ്റ്വീൻ എന്താണ്, ഒരു റേഞ്ചിൻ്റെ അകത്ത് മാർക്കറ്റ് സ്റ്റക്കായി പോകുന്നതിന് നമ്മൾ പറയുന്നത് എന്താ? യെസ്, കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ സൈഡ് വൈസ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിൽ പ്രോപ്പറായിട്ട് നമുക്കൊരു ഡയറക്ഷണൽ മൂവ് കിട്ടുന്നില്ല. അതായത് ബൈയിങ്ങിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ട്രെൻഡ് അപ്പ് ആവണം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ സ്ട്രക്ചർ കട്ട് ചെയ്യണം. അതല്ലാത്ത പക്ഷം നമ്മൾ ബൈയിങ്ങിൽ അപ്പ് സൈഡിലേക്ക് പോവില്ല. ഹൈ കട്ട് ചെയ്യാത്ത പക്ഷം നമ്മൾ ബൈ സൈഡിലേക്ക് പോവില്ല. ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡ്, ഷോർട്ടിങ് ട്രേഡ് പോകണമെന്നുണ്ടെങ്കിൽ ലോ കട്ട് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും അല്ലാത്ത രീതിയിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് അന്നത്തെ ഡേ ഓപ്പണിംഗ് റേഞ്ചിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പണിംഗ് റേഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഒരു 15 മിനിറ്റിൻ്റെ ഹൈ ലോ മാർക്ക് ചെയ്യുക.